അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 10 അല്ലേ, മൊഡ്യൂൾ 10 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 10 എന്ന് പറയുന്നത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് പവർ സിസ്റ്റം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? വോൾട്ട്മീറ്റർ, അമ്മീറ്റർ, ആംപിയർ അവർ മീറ്റർ ആൻഡ് വാട്ട് മീറ്റർ അല്ലെ. അപ്പൊ നമ്മുടെ നോർമൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മളെ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യത്തിൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് അല്ലെ, ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇൻഡിക്കേറ്റിംഗ്, റെക്കോർഡിംഗ്, ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റുകളിൽ അതിന്റെയൊക്കെ ഒരു എക്സാമ്പിൾസ് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അത് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്നാണ് കേട്ടോ. നോട്ട് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് വോൾട്ട്മീറ്റർ. വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. ഇൻഡിക്കേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കാണിച്ചു തരുന്ന ഇൻസ്ട്രുമെന്റുകളാണ് നമ്മൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസിലുള്ള വാല്യൂ എത്രയാണോ അത് നമുക്ക് ഒരു പോയിന്ററിന്റെ സഹായത്തോടെ കാണിച്ചു തരുന്നതിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അതേപോലെ തന്നെ അമ്മീറ്റർ എന്ന് പറയുന്നത്, അമ്മീറ്റർ എന്താണ്? ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ ഉള്ളത് ഒരു ആംപിയർ അവർ മീറ്റർ ആണ്. ആംപിയർ അവർ മീറ്റർ പിന്നെ വാട്ട് മീറ്റർ ആണ് അല്ലേ. അപ്പോൾ ആംപിയർ അവർ മീറ്റർ എന്ന് പറയുന്നത് സാധാരണ എന്താണ്? ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ആൻഡ് വാട്ട് മീറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ പ്രധാനമായിട്ടും നമ്മളെ ഇൻസ്ട്രുമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പ്രൈമറി ഇൻസ്ട്രുമെന്റ്, സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രൈമറി ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ടാൻജന്റ് ഗാൽവനോമീറ്റർ, ഐ കറന്റ് ബാലൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്ത് പറയാം, റേലെ കറന്റ് ബാലൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൈമറി ഇൻസ്ട്രുമെന്റിന്റെ കാര്യത്തിൽ നമുക്ക് പറയാം അല്ലെ. പ്രൈമറി ഇൻസ്ട്രുമെന്റുകളായിട്ട് നമുക്ക് പറയാം. പിന്നെ ഉള്ളതൊക്കെ സെക്കൻഡറി ഇൻസ്ട്രുമെന്റുകളാണ്. സെക്കൻഡറി ഇൻസ്ട്രുമെന്റുകളിൽ നമ്മൾ പ്രധാനമായിട്ടും ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്, ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്താ നമ്മൾ പറഞ്ഞു. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു റീഡിംഗ്, ആ ഒരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള റീഡിംഗ് നമുക്ക് തരുന്ന ഇൻസ്ട്രുമെന്റുകളാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് തരുന്നത്. റെക്കോർഡ് ചെയ്യുക ഒന്നുമില്ല, ബാക്കി എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ആ ഒരൊറ്റ റീഡിംഗ് അല്ലെ, ആ ഒരു ടൈമിൽ റീഡിംഗ് മാത്രമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അതിനൊരു എക്സാമ്പിൾസ്, അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, പവർ ഫാക്ടർ മീറ്റർ, ഫ്രീക്വൻസി മീറ്റർ, വാട്ട് മീറ്റർ, മെഗർ ഓം മീറ്റർ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മളെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റുകൾക്ക് എക്സാമ്പിൾ ആണ്. പിന്നെയുള്ളത് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റിൽ നമുക്കറിയാം എന്താണ്? റീഡിംഗ് റെക്കോർഡ് ചെയ്തിട്ട് അല്ലെ, അതായത് നമുക്കൊരു ഗ്രാഫ് ഷീറ്റിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ഷീറ്റിന്റെ അതിലൊരു മാർക്കർ അല്ലെങ്കിൽ ഒരു പെൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, മാർക്ക് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിലെ എക്സാമ്പിൾസ് ആണ് XY പ്ലോട്ടർ, റെക്കോർഡിംഗ് വോൾട്ട് മീറ്റർ, റെക്കോർഡിംഗ് അമ്മീറ്റർ എന്നൊക്കെ പറയുന്നത്, ECG എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ ഉള്ളത് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് വാട്ട് ഹവർ മീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആംപിയർ അവർ മീറ്റർ, നമ്മൾ എനർജി മീറ്റർ ഒക്കെ എന്ത് ചെയ്യാണ്, ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ആയുള്ള റീഡിംഗ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ റീഡിംഗിൽ ആഡ് ചെയ്ത് വരുന്ന ടൈപ്പ് ഇൻസ്ട്രുമെന്റുകളാണ് നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇൻഡിക്കേറ്റിംഗ്, റെക്കോർഡിംഗ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പ്രൈമറി ഇൻസ്ട്രുമെന്റ്സും സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതും ചോദിക്കാറുണ്ട്. പ്രൈമറി ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്നുള്ളതും അല്ലെങ്കിൽ പ്രൈമറി ഇൻസ്ട്രുമെന്റ് എക്സാമ്പിൾ എന്താണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതും ചോദിക്കാറുണ്ട്. പ്രൈമറി സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ട് അതിന്റെ എക്സാമ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ഇൻ എ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് വിച്ച് ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു മൂവ് ദ പോയിന്റർ ഫ്രം ദ സീറോ പൊസിഷൻ. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് which force is responsible to move the pointer from zero position മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് അല്ലെ. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ PMMC ഇൻസ്ട്രുമെന്റുകളിൽ ആ ഒരു സീറോ പൊസിഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നത് ഏത് ഫോഴ്സ് ആണ് എന്നുള്ളതാണ് ചോദിച്ചത് അല്ലെ. ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്, കൺട്രോളിംഗ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് ഡാമ്പിംഗ് ഫോഴ്സ്, ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഒരു സാധാരണ ഒരു നമ്മൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ്സിനകത്ത് 3 ടൈപ്പ് ഓഫ് ഫോഴ്സുകളാണ് നമുക്ക് പ്രധാനമായിട്ടും പറയുന്നത് അല്ലെ. 3 ടൈപ്പ് ഓഫ് ഫോഴ്സുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നത്. ഈ 3 ടൈപ്പ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഒന്ന് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആണ്, രണ്ടാമത്തത് കൺട്രോളിംഗ് ഫോഴ്സ് ആണ്, മൂന്നാമത്തത് ഡാമ്പിംഗ് ഫോഴ്സ് ആണ്. അപ്പൊ അതില് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ പോയിന്ററിനെ സീറോന്ന് മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ, സീറോന്ന് മൂവ് ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്താണോ ആ ക്വാണ്ടിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ക്വാണ്ടിറ്റി കൊടുക്കും, അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അതിനുള്ള ഒരു ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്
ഉണ്ടാവുന്നുണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആയിട്ട് പറയുന്നത്. അവിടെ നിന്നാണ് ആ ഒരു പ്രഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി കൊടുക്കുന്നതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ സീറോന്ന് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സിന് നമുക്ക് എന്ത് പറയാം, ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് പറയുന്നത് കൺട്രോളിംഗ് ഫോഴ്സ് ആണ്. കൺട്രോളിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അതൊരു സീറോന്ന് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, നമുക്കൊരു അല്ലെങ്കിൽ എത്രയാണോ അതിന്റെ വാല്യൂ, ആ വാല്യൂ വരെ എത്തുന്നതിനുള്ള ഫോഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കൺട്രോളിംഗ് ഫോഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് ആ ഒരു വാല്യൂലേക്ക് നമുക്ക് ആ ഒരു വാല്യൂ ഇതിലേക്ക് എത്തിക്കുന്നതും അതേപോലെ തന്നെ തിരിച്ചു വരുന്നതുമായിട്ടുള്ള ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, കൺട്രോളിംഗ് ഫോഴ്സ് എന്ന് പറയാം. കൺട്രോളിംഗ് ഫോഴ്സ് ആയിട്ട് നമുക്ക് പറയാം. പിന്നീട് നമുക്കുള്ളത് മൂന്നാമത്തത് ഡാമ്പിംഗ് ഫോഴ്സ് ആണ്. ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓസിലേഷൻ ഒന്നും ഇല്ലാതെ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗിൽ വളരെ പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഡാമ്പിംഗ് ഫോഴ്സ് ആയിട്ട് പറയുന്നത് അല്ലെ, ഡാമ്പിംഗ് ഫോഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മൂവ് ദ പോയിന്റർ ഫ്രം സീറോ പൊസിഷൻ ആ പോയിന്ററിന് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ, ഫോഴ്സ് ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അറിയാം ഏതാണ്, ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പോയിന്ററിനെ സീറോ പൊസിഷനിൽ നിന്നും മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ട് കൊടുക്കുന്ന ഫോഴ്സ്. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആണ് നമ്മൾ പറഞ്ഞു, ഏതാണ് മെഷറിംഗ് ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിയാണ് എന്ത് ചെയ്യുക, ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. കൺട്രോളിംഗ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് സ്പ്രിംഗ് കൺട്രോൾ, അതേപോലെ തന്നെ ഗ്രാവിറ്റി കൺട്രോൾ തുടങ്ങിയിട്ടുള്ള മെത്തേഡുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോളിംഗ് ഫോഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡാമ്പിംഗ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എഡി കറന്റ് ഡാമ്പിങ്, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് തുടങ്ങിയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണയായിട്ട് ഡാമ്പിംഗ് ഫോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഈ ടി ഡി ഈക്വൽ ടു ടി സി ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വാല്യൂല് അത് എത്തിക്കൊണ്ട് നിൽക്കുന്നത് നമുക്കറിയാം. ടി ഡി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്റ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു കൺട്രോളിംഗ് ഫോഴ്സ് ആവുന്ന സമയത്ത്. അപ്പൊ ഇവിടെ നമ്മൾ ഡിഫ്ലക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബ്രിങ് ദ പൊസിഷൻ പോയിന്റർ ഇൻ മോഷനിൽ എത്തിക്കുന്ന പോയിന്ററിന് ആ ഒരു മോഷനിലാവുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. കൺട്രോളിംഗ് ടോർക്ക് അല്ലെങ്കിൽ കൺട്രോളിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ദ മൂവ്മെന്റ് ഓഫ് പോയിന്റർ ആൻഡ് ബ്രിങ് ദ പോയിന്റർ ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ വെൻ ദർ ഇസ് നോ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അല്ലെ, അവിടെ തിരിച്ചു നിർത്തുന്നതിന്. അതേപോലെ തന്നെ ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു പൊസിഷനിൽ ക്വിക്ലി ആയിട്ട് എത്തിക്കുന്നതും ആരാണ്, അല്ലെങ്കിൽ ക്വിക്ലി ആയിട്ട് ഒരു കറക്റ്റ് റീഡിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, അത് ഡാമ്പിംഗ് ഫോഴ്സ് ആണ് അല്ലെങ്കിൽ ഡാമ്പിംഗ് ടോർക്ക് ആണ് കേട്ടോ. ടോർക്ക് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് അവിടെ വരാം. കൺട്രോളിംഗ്, ഡാമ്പിംഗ്, അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഡിഫ്ലക്റ്റിംഗ്, 3 ടോർക്കുകളും അല്ലെങ്കിൽ 3 ഫോഴ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? മെഗർ ഫോർ ചെക്കിംഗ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്, ലെക്സ് മീറ്റർ ഫോർ മെഷർ എമൗണ്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഇൻ എ വർക്ക് സ്പേസ്, ക്ലാമ്പ് മീറ്റർ റെസിസ്റ്റൻസ്, ടാക്കോമീറ്റർ റെസൊല്യൂഷൻ പെർ മിനിറ്റ് അല്ലെ. അപ്പൊ ബോത്ത് 1 and 2, both 4 and 3, both 4 and 1, both 3 and 4, and both 1, 2 and 3 അല്ലെ. എങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസിനകത്ത് വന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷനകത്ത് ആ ഒരു ഇൻസ്ട്രുമെന്റും ആ ഇൻസ്ട്രുമെന്റിന്റെ ശരിക്കും എന്താണ് അതിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ യൂസേജ് എന്താന്നുള്ളതുമാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഒരു ഇൻസ്ട്രുമെന്റ് കൊടുത്തിട്ടുണ്ട്, ആ ഇൻസ്ട്രുമെന്റിന്റെ യൂസേജ് എന്താന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മെഗർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു ഹൈ റെസിസ്റ്റൻസ് വാല്യൂ, അതായത് നമ്മളെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ മെഗർ എന്ന് പറയുന്നത്. അപ്പൊ മെഗർ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പറയാം ഫോർ ചെക്കിംഗ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ മീറ്റർ എന്ന് പറയുന്നത് ലെക്സ് മീറ്റർ ആണ്. ലെക്സ് മീറ്റർ എന്ന് പറയുന്നത് സാധാരണ അവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ള എന്താണ്, മെഷർ ദ എമൗണ്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഇൻ എ വർക്ക് സ്പേസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ വർക്ക് സ്പേസിലുള്ള എമൗണ്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. എമൗണ്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ആംപ്ലിറ്റ്യൂഡ് അല്ല, അവിടെ നമുക്ക് ലെക്സ് എന്ന് പറയുമ്പോൾ ഇലുമിനേഷൻ ആണ് അല്ലെ. ലൂമിനൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ലൈറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെക്സ് മീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നമുക്കൊരു ഇതിനകത്തൊരു ഇമ്പോർട്ടന്റ് മീറ്റർ ഒന്നും അല്ല, നമ്മളൊരു പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നപ്പെട്ടു എന്നുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ മീറ്റർ മാറ്റുന്നുണ്ടാവും. അപ്പൊ എന്നാലും അതൊന്ന് മനസ്സിലാക്കി വെക്കുക, എന്തിനാണ് ഓരോ മീറ്ററും അതിന്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് കോമൺ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ഉള്ളത് ക്ലാമ്പ് മീറ്റർ ആണ്. ക്ലാമ്പ് മീറ്റർ അല്ലെങ്കിൽ ടോങ് ടെസ്റ്റർ എന്നൊക്കെ പറയുന്നത് അല്ലെ. ക്ലാമ്പ് മീറ്റർ അല്ലെങ്കിൽ ടോങ് ടെസ്റ്റർ എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതും എന്താണ്, ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല തന്നിട്ടുള്ളത്. പിന്നെ എന്താ ഉള്ളത്, ടാക്കോമീറ്റർ ആണ്. ടാക്കോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, റെവല്യൂഷൻ പെർ മിനിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ടാക്കോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ, മോട്ടോർ അല്ലെങ്കിൽ ജനറേറ്ററിന്റെ ഒക്കെ ലാബുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ സ്പീഡ് എത്ര ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിനെയാണ് റെവല്യൂഷൻ പെർ മിനിറ്റ്, RPM നമ്മൾ ടാക്കോമീറ്റർ
പറയുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് 1ഉം 4ഉമാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്. 1ഉം 4ഉമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ ചോദിച്ചിട്ടുള്ള കറക്റ്റ് അല്ല, ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻകറക്റ്റ് ഏതാണ്? 2ഉം 3ഉമാണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളപ്പോ ഇപ്പോഴത്തെ ഒരു മാറുന്ന ക്വസ്റ്റ്യൻ രീതിയിൽ നമുക്ക് ഇതുപോലെയുള്ള നമ്മളെ ഒരു മാച്ച് ദ ഫോളോയിങ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പർ പല മോഡ്യൂളുകളിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. മാച്ച് ദ ഫോളോയിങ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഡിക്കേറ്റിംഗ്, ഇന്റഗ്രേറ്റിംഗ്, റിപ്ലൈ ആ ഒരു കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യാം, അതിന്റെ ഒന്നെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം അല്ലെ. അപ്പൊ നമുക്ക് എല്ലതും അറിഞ്ഞിരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് മറന്നൊരു ക്വസ്റ്റ്യൻ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആക്കുക, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാം ഇതേപോലെയുള്ള മാച്ച് ദ ഫോളോയിങ് രീതിയൊക്കെ അവിടെ ചൂസ് ചെയ്യുക. അതാണ് പ്രധാനമായിട്ടും വരിക. ഇതിനൊക്കെ ഒരു വലിയ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറെ ഇക്വേഷൻസും കാര്യങ്ങളും ഇട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല നമ്മൾ ഈ ഒരു എക്സാമിനൊന്നും വരില്ല. പക്ഷെ കൂടുതലായിട്ടും ഇങ്ങനെയാണ്. നമ്മളിപ്പോ കഴിഞ്ഞ ട്രേഡ്സ്മാൻ എക്സാമിനൊക്കെ കണ്ടതാണ് അല്ലെ. കൂടുതലും സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യുക അവരൊന്നും കൂടി അതൊരു കോംപ്ലിക്കേഷൻ ആക്കി മാറ്റാം കേട്ടോ. Okay, next question. In nuclear power plant, a moderator is used to slow down the electrons, direct flow of electrons, accelerate the electrons, and slow down the neutrons എന്നാണ് പറഞ്ഞിട്ടുള്ളത്. In a nuclear power plant, ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ മോഡറേറ്റർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും കേട്ടോ. പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കാം. ഓരോന്നും എന്താണ് അതിന്റെ അപ്ലിക്കേഷൻ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, സ്ലോ ഡൗൺ ദ ഇലക്ട്രോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡയറക്റ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, ആക്സിലറേറ്റ് ദ ഇലക്ട്രോൺസ് എന്നാ പറഞ്ഞിട്ടുള്ളത്, സ്ലോ ഡൗൺ ദ ന്യൂട്രോൺസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കറിയാം ന്യൂക്ലിയർ ഫിഷൻ ആണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അല്ലെ, ന്യൂക്ലിയർ റിയാക്ടർ നടക്കുന്ന സമയത്ത് ന്യൂട്രോൺസ് ഉണ്ടാവുന്നുണ്ടായിരിക്കും. ഈ ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡറേറ്ററുകൾ കൊടുക്കുന്നത്. ഒരു ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് അവിടെ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യണം. അപ്പൊ ആ ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മോഡറേറ്ററുകൾ യൂസ് ചെയ്യുന്നത് അല്ലെ. മോഡറേറ്ററുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്ലോ ഡൗൺ ദ മോഡറേറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ന്യൂട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത് സാധാരണ മോഡറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമുക്കറിയാം ഇതാണ് പ്രധാനപ്പെട്ട ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും ഈ കാണുന്ന ഭാഗം അല്ലെ, നമ്മളിപ്പോ ഈ കാണുന്ന ഭാഗം, അതായത് നമ്മളെ ഇലക്ട്രിസിറ്റി ജനറേഷൻ അല്ലാതെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ബാക്കിയുള്ള ഭാഗത്തിന് മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ന്യൂക്ലിയർ റിയാക്ടർ എന്നാണ് പറയാം. ആ ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് ന്യൂക്ലിയർ സെല്ല് ഉണ്ടായിരിക്കും. ന്യൂക്ലിയർ സെല്ലില് അവിടെ കൺട്രോൾ റോഡ് ഉണ്ടായിരിക്കും. കൺട്രോൾ റോഡ് അതുപോലെ തന്നെ മോഡറേറ്റർ, ഒരു ഫ്യൂവൽ എലമെന്റും ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റീൽ പ്രഷർ വെസലാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കൺട്രോൾ റോഡ് അതുപോലെ തന്നെ മോഡറേറ്റർ, ഫ്യൂവൽ എലമെന്റ്, ഇത് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3ഉം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഒരു ഹോട്ട് കൂളന്റും അതേപോലെ തന്നെ സ്റ്റീം ജനറേറ്റർ, അവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഹൈറ്റിന് എന്ത് ചെയ്യാണ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ട് പൈപ്പ് ഉണ്ടായിരിക്കും. ആ ഒരു ഹോട്ട് കൂളന്റ് പൈപ്പ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു സ്റ്റീം ജനറേറ്റർ ഉണ്ടായിരിക്കും. ആ സ്റ്റീമിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഈ ഒരു കൺട്രോൾ റോഡും മോഡറേറ്റർ, ഫ്യൂവൽ എലമെന്റും ആണ് വരുന്നുണ്ടാവുക. ആ ഫ്യൂവൽ എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, യുറാനിയം 235ഉം അതേപോലെ തോറിയം 232 അല്ലെ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഫ്യൂവൽ എന്ന് പറയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഫ്യൂവൽ, ന്യൂക്ലിയർ റിയാക്ടറിന് ഫ്യൂവൽ ഏതാന്നുള്ളത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ റിയാക്ടർ കോർ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂവൽസും അതേപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ഷൻ ഒക്യൂർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിയാക്ടർ കോർ എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് ഒരു കൂളന്റ് ഉണ്ടായിരിക്കും. സാധാരണയായിട്ട് നമ്മൾ ചെറിയ ടൈപ്പ് ന്യൂക്ലിയർ റിയാക്ടറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കൂളന്റ് എന്ന് പറയുന്നത്, മോഡറേറ്റർ എന്ന് പറയുന്നതും സാധാരണ വാട്ടർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടും ഒരു പർപ്പസ് ആയിട്ട് വാട്ടർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഹെവി വാട്ടേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ സാധാരണ മോഡറേറ്റർ എന്ന് പറയുന്നത് കാരണം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ മോഡറേറ്ററും കൺട്രോളോട് നമുക്ക് പെട്ടെന്ന് മാറിപ്പോകും. കാരണം 2 ന്യൂട്രോൺസിന്റെ കാര്യമാണ് പറയുന്നത്. ഒന്ന് ന്യൂട്രോണിനെ സ്ലോ ഡൗൺ, ന്യൂട്രോൺസിന്റെ മൂവ്മെന്റിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും, കൺട്രോൾ റോഡ് എന്ന് പറയുന്നത് ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. കൺട്രോൾ റോഡ് എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സിനെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യാണ്. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
അതിലുള്ള ന്യൂട്രോൺസിന് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അപ്പൊ ന്യൂട്രോൺസിന് അബ്സോർബ് ചെയ്യുമ്പോൾ ഈ ഒരു കൊളീഷൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോളിങ് എന്ന് പറയുന്ന മെത്തേഡ് കേട്ടോ. അതായത് ഒരു ഹെവി ആയിട്ടുള്ള കൊളീഷൻ അവിടെ സംഭവിക്കാതെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ്. എന്നാൽ ഈ മൂവ് ചെയ്യുന്ന ന്യൂട്രോൺസിന് സ്പീഡ് കുറയ്ക്കുന്ന മെത്തേഡ്, അതായത് സ്ലോ ഡൗൺ ചെയ്യുന്ന മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, മോഡറേറ്റർ ചെയ്യുന്നത്. അപ്പൊ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫൈറ്റ് ആണ് സാധാരണ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഹെവി വാട്ടർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ കൺട്രോൾ റോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കാഡ്മിയം, ബോറോൺ തുടങ്ങിയിട്ടുള്ള മെറ്റൽസ്, അല്ലെങ്കിൽ കാഡ്മിയം, ബോറോൺ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, സാധാരണ നമ്മൾ കൺട്രോൾ റോഡായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ന്യൂക്ലിയർ റിയാക്ടർ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ന്യൂക്ലിയർ മാത്രമല്ല, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അതിന് അധികം ക്വസ്റ്റ്യൻ, കാരണം നമുക്കൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻ, നമുക്ക് ഇതിൽ ബാക്കിയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് അധികം വരുന്ന കുറെ ഭാഗങ്ങളുണ്ട്. അപ്പൊ ന്യൂക്ലിയർ റിയാക്ടറിനകത്തൊക്കെ നമ്മളെ എക്കണോമൈസർ, എയർ പ്രീഹീറ്റർ, തെർമൽ പവർ പ്ലാന്റിനകത്ത് എയർ പ്രീഹീറ്റർ, എക്കണോമൈസർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇതിന്റെ കൂടെ പഠിക്കാൻ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അവർ ക്വസ്റ്റ്യനിൽ വിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പറയാണ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ട ഭാഗങ്ങളാണ് തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നതും, അതേപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മളോട് എടുത്തു പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ അതാണ്. നമുക്ക് പവർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എടുത്തു പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ അതാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ഉള്ളത് മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് വിൻഡ് പവർ ജനറേഷൻ ഈസ്. അപ്പോ ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ആ ഒരു ട്രേഡ്സ്മാന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അത് നമ്മളോട് ഈ ഒരു പവർ ജനറേഷൻ മെത്തേഡ് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, സോളാർ, വിൻഡും അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഹെഡിങ്ങിന്റെ കാര്യത്തിലായിരിക്കാം അങ്ങനെ അവരങ്ങനെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. അപ്പൊ അതൊരു നമുക്കത് എന്ത് പറയാൻ പറ്റില്ല, ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, അതൊന്ന് പ്രതീക്ഷിക്കണം. അപ്പൊ അതൊന്നും കൂടി കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യാം, നോക്കി വെക്കുക. ബാക്കിയുള്ള ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾ അതിൽ തന്നെ പഠിച്ചു വെക്കണം. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ കാര്യം കൂടി എന്ത് ചെയ്യുക, അതിന്റെ കൂടെ പഠിച്ചു വെക്കുക. സോളാർ, വിൻഡ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് വിൻഡ് പവർ ജനറേഷൻ ഈസ് ലോങ് ടൈം ടു കൺസ്ട്രക്ട്, റിക്വയർ ഹൈ ടെക്നോളജി, പൊല്യൂട്ടിംഗ്, ആൻഡ് വിൻഡ് പവർ ഇസ് നോട്ട് കോൺസ്റ്റന്റ് ആൻഡ് സ്റ്റഡി. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡിസഡ്വാൻറ്റേജ് ഓഫ് വിൻഡ് പവർ ജനറേഷൻ ആണ് അല്ലെ. ഡിസഡ്വാൻറ്റേജ് ഓഫ് വിൻഡ് പവർ ജനറേഷൻ. ഡിസഡ്വാൻറ്റേജ് ഓഫ് വിൻഡ് പവർ ജനറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം ലോങ് ടൈം ടു കൺസ്ട്രക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ വളരെ ലോങ് ടൈം ഒന്നും വേണ്ട എന്ന് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ മറ്റുള്ള പവർ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം അത്ര ലോങ് ടൈം ആവശ്യമില്ലാത്തൊരു പവർ സ്റ്റേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, വിൻഡ് പവർ ജനറേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഉള്ളത്, കാരണം അതിന് അഡാപ്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ ഉള്ളത് റിക്വയർ ഹൈ ടെക്നോളജി എന്നാണ്. ഹൈ ടെക്നോളജി ഇല്ല, നമുക്ക് സാധാരണ രീതിയിൽ എന്ത് ചെയ്യണം, അതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് പറയാം, ഹൈ ടെക്നോളജി ആവശ്യമായിട്ടുള്ള മെത്തേഡ് ഒന്നും അല്ല ഒരു വിൻഡ് പവർ ജനറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ എന്ത് ചെയ്യാണ്, ഇപ്പൊ ന്യൂക്ലിയർ റിയാക്ടറിനൊക്കെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഹയസ്റ്റ് ടെക്നോളജിയും കാര്യങ്ങളും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും ആവശ്യമായിട്ട് വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, വിൻഡ് പവർ പ്ലാന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതും നമുക്ക് പറയണ്ട. പിന്നെ പൊല്യൂട്ടിംഗ് ആണ്, പൊല്യൂട്ടിംഗും അല്ല നമുക്കറിയാം. അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു സ്റ്റഡി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കിട്ടുന്നുണ്ടാവില്ല. കാരണം വിൻഡ് പവർ എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റഡി അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് വിൻഡ് പവർ ജനറേഷൻ എന്ന് പറയുന്നത് വിൻഡ് പവർ ഇസ് നോട്ട് കോൺസ്റ്റന്റ് ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നതായിരിക്കും വരുന്നുണ്ടാവും. നെക്സ്റ്റ്, ക്രോസ് ആം ഈസ് ഫിക്സഡ് ടു ദ പോൾ ഈസ് ടു. ഇതും അവിടെ ട്രേഡ്സ്മാൻ ഇലക്ട്രീഷ്യൻ ട്രേഡ്സ്മാൻ വയർമാൻ ക്വസ്റ്റ്യൻസിൽ, അതായത് നമ്മുടെ ഈ സെയിം സിലബസിനകത്ത് നടന്ന ഒരു എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇതും നമുക്കിപ്പോ ക്രോസാമോ അല്ലെങ്കിൽ നമ്മളെ ഇൻസുലേറ്ററുകളോ ഒന്നും നമ്മളെ സിലബസിനകത്ത് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് സബ്സ്റ്റേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സബ്സ്റ്റേഷൻ ആയിട്ട് പറയുമ്പോൾ ഈ സബ്സ്റ്റേഷൻ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ അതിനകത്ത് ഇൻസുലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രോസാമ കാര്യങ്ങളുണ്ട്, ട്രാൻസ്മിഷൻ ലൈനുകൾ ഉണ്ട്. അപ്പൊ അത് അത്ര ഡീപ്പായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്നൊന്നിന്റെ പർപ്പസ് എന്താന്നുള്ളതെങ്കിലും എന്ത് ചെയ്യാം, അതിന്റെ കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ആയിരുന്നു ഇട്ടത്. അതായത് നമ്മുടെ സെയിം സിലബസിനകത്ത് വന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രീഷ്യൻ വയർമാൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇതും നേരത്തെ വന്ന ക്വസ്റ്റ്യൻ അത് തന്നെയാണ് കേട്ടോ. അപ്പൊ ക്രോസ് ആം ഈസ് ഫിക്സഡ് ടു ദ പോൾ ഈസ് യൂസ് ടു. എന്തിനു വേണ്ടിയിട്ടാണ് ക്രോസ് ആം നമ്മൾ യൂസ് ചെയ്യുന്നത്, ബൈൻഡ് വയർ എന്നുണ്ട്, ഫിക്സ് ദ ഇൻസുലേറ്റർ ഉണ്ട്, ഡ്രോ ദ ന്യൂട്രൽ വയർ എന്നുണ്ട്, ആൻഡ് സ്ട്രെങ്തൻ ദ പോൾ എന്നുണ്ട്. അപ്പൊ ഇതില് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. കാരണം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ്, ഒന്ന് ബൈൻഡ് വയർ. ബൈൻഡ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വയർ നമ്മൾ ചുറ്റി വെക്കുന്നുണ്ട് ക്രോസ് ആമിൽ. ഏതാ വയർ ചുറ്റി വെക്കുന്നത്, നമ്മളെ ന്യൂട്രൽ വയർ നമ്മൾ ചുറ്റി വെക്കുന്നത് ഇതിലാണ്, ക്രോസ് ആമിലാണ്. ഫിക്സ് ദ ഇൻസുലേറ്റർ. ഇൻസുലേറ്റർ ഫിക്സ് ചെയ്യുന്നത് എവിടെയാണ്, ക്രോസ് ആമിലാണ്.
നെക്സ്റ്റ് ഡ്രോ ദ ന്യൂട്രൽ വയർ, അതും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ന്യൂട്രൽ വയറിന്റെ ഒരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഉള്ളത് സ്ട്രെങ്ത് ആൻഡ് ദ പോൾ. സ്ട്രെങ്ത് ആൻഡ് ദ പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഇത് വരുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന അത് സ്ട്രെങ്ത് ആൻഡ് ദ പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അവിടെ ഒഴിവാക്കാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ശരിക്ക് ക്രോസാമിന്റെ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ക്രോസാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം തന്നെയായിട്ട് വരാം. പക്ഷെ നമ്മൾ ഒരു ക്രോസാം ശരിക്കും ഒരു നമ്മളൊരു സിസ്റ്റത്തിൽ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു പോളിൽ ഒരു ക്രോസാം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിക്സ് ദ ഇൻസുലേറ്റർ എന്നാണ് കേട്ടോ. അതായത് എന്താണ് യൂസ്ഡ് ഫോർ ഫിക്സ് ദ ഇൻസുലേറ്റർ എന്നാണ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ക്രോസാം യൂസ് ചെയ്യുന്നത്? ഇൻസുലേറ്റർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇൻസുലേറ്റർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ക്രോസാംസ് ഫിക്സ് ചെയ്യുന്നത്. ആ ഇൻസുലേറ്ററിനെ കറക്റ്റ് ആയിട്ടുള്ള ഗ്യാപ്പുകളിൽ ഫിക്സ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ക്രോസാം അവിടെ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫിക്സ് ദ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആൻസർ ആയിട്ട് പറയാം കേട്ടോ. ഫിക്സ്ഡ് ഇൻസുലേറ്റർ എന്ന് പറയുന്നതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിപ്പോ ഡ്രോ ദ ന്യൂട്രൽ വയറിനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്താണ്? ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാണ് ഇൻസുലേറ്ററിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവിടെ പ്രധാനമായിട്ടും ക്രോസാമിന്റെ പർപ്പസ് ആയിട്ട് വരുന്നത്. കാരണം ഇപ്പൊ ഈ ക്രോസാം ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം ന്യൂട്രൽ വയർ എന്ത് ചെയ്യാം കൊടുക്കാം അല്ലെ, ന്യൂട്രൽ വയർ കൊടുക്കാം. പക്ഷെ ക്രോസാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഇൻസുലേറ്റർ ഫിക്സ് ചെയ്തിട്ട് അവിടെ ഈ ഒരു വയറൊക്കെ അതിലേക്ക് ബൈൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന്റെ മേജർ ഫംഗ്ഷൻ എന്നുള്ളതിൽ നമ്മൾ ഫിക്സ്ഡ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ഫിക്സ്ഡ് ഇൻസുലേറ്റർ എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ള ചെറിയ ചെറിയ ഫംഗ്ഷൻ, അതായത് നമ്മളിപ്പോ ഓരോ ഇൻസുലേറ്റർ പഠിക്കുമ്പോൾ അതിന്റെ മേജർ ആയിട്ടുള്ള പർപ്പസ്, അതിനെ കൂടുതൽ ഡീപ്പിലേക്ക് പോവാതെ മേജർ ആയിട്ടുള്ള ഓരോ ഇൻസുലേറ്ററിന്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ട്രാൻസ്ഫോമർ സൈഡിനകത്ത് വരുന്ന, അതായത് നമ്മളെ സബ്സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നമ്മളെ പ്രധാനമായിട്ടും ട്രാൻസ്ഫോമറിന്റെ അടുത്ത് വരുന്ന ഇൻസുലേറ്റിംഗ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം അതൊന്ന് പഠിച്ചു വെക്കാം. സബ്സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം അതിന്റെ കൂടെ ഈ ട്രാൻസ്മിഷന്റെ ഭാഗത്ത് നിന്നും പഠിച്ചു വെക്കണം കേട്ടോ. അതൊന്ന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ചോദിക്കാം. അപ്പൊ ഇവിടെ എന്താ ആൻസർ വന്നത്? ഫിക്സ് ദ ഇൻസുലേറ്റർ എന്ന് പറയുന്നതാണ് ആൻസർ വന്നത് അല്ലെ. നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്, സ്കിൻ എഫക്ട്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചോദിച്ചിട്ടുള്ള ഏതാണ്? ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ ആണ് അല്ലെ. ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ ആണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മളെ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ അല്ലെ. നമുക്കറിയാം എന്താണ് നമ്മളെ കറന്റ് ട്രാൻസ്ഫോമർ, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ ആയിട്ട് പറയുന്നത്. അപ്പോ നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ ആണെങ്കിലും ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് വരുന്നത്. കറന്റ് ട്രാൻസ്ഫോമറിനകത്താണെന്നുണ്ടെങ്കിലും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിനകത്താണ്. ഇപ്പൊ കറന്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹൈ കറന്റിനെ ലോ കറന്റ് ആയിട്ട് മാറ്റുന്നു. അതായത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം, അതൊരു നോർമൽ ട്രാൻസ്ഫോമറിന്റെ രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ കറന്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താണ്? ഹൈ കറന്റിനെ ലോ കറന്റ് ആക്കി മാറ്റാണ് അല്ലെ. അപ്പൊ അവിടെ വോൾട്ടേജിൽ എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കുക? ലോ കറന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഹൈ വോൾട്ടേജ്. അപ്പൊ നമുക്കൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കി മാറ്റാണ്. അതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത് രണ്ടും നമുക്ക് പറയുമ്പോൾ ട്രാൻസ്ഫോമറിന്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് എന്ത് ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമറിനകത്തും വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലെ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിൽ CTBT അല്ലെ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കറന്റ് ട്രാൻസ്ഫോമറും അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും ആണ് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. CT ആണെങ്കിലും PT ആണെങ്കിലും വർക്ക് ചെയ്യുന്നത്, കറന്റ് ട്രാൻസ്ഫോമർ ആണെങ്കിലും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആണെങ്കിലും വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെ. നെക്സ്റ്റ്, വൺ ഓഫ് ദ ഫോളോയിങ് മീറ്റർ is not used for measuring a DC electrical quantity. Voltmeter, ammeter, wattmeter and power factor meter. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നോക്കണം അല്ലെ എന്താണ് ഈ ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി, ഏത് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് DC ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിക്കാത്ത മീറ്റർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് വോൾട്ട്മീറ്റർ ആണെങ്കിൽ അമ്മീറ്റർ ആണെങ്കിൽ വാട്ട്മീറ്റർ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം DC ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്കൊരു ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു ഇത്. ജൂനിയർ ഇൻസ്ട്രക്ടർ നമ്മളെ SCDD ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന്, ഇലക്ട്രീഷ്യൻ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതേതാണ്? പവർ ഫാക്ടർ മീറ്റർ ആണ് അല്ലെ. പവർ ഫാക്ടർ മീറ്റർ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് ആവശ്യം വരില്ല. പവർ ഫാക്ടർ മീറ്റർ നമുക്ക് DC ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല, ആവശ്യമായിട്ട് വരില്ല. അപ്പൊ അതുകൊണ്ട് ആൻസർ വരുന്നത് പവർ ഫാക്ടർ മീറ്റർ ആയിരിക്കും അല്ലെ. പവർ ഫാക്ടർ മീറ്റർ ആണ് എന്ത് ചെയ്യുന്നത് നോട്ട് യൂസ്ഡ് ഫോർ മെഷറിംഗ് എ DC ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി കേട്ടോ. DC ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ
ആവശ്യമില്ലാത്ത ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് പവർ ഫാക്ടർ മീറ്റർ ആണ്. നെക്സ്റ്റ്, ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് spring control instrument is the material used for making spring control instrument is അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്? ഫോസ്ഫർ, ബ്രോൺസ്, പ്ലാറ്റിനം, സിൽവർ, സിലിക്കൺ, ബ്രോൺസ് ആൻഡ് പ്ലാറ്റിനം, ഇറീഡിയം, ഇതൊക്കെയാണ് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഇതാണ് നമ്മളൊരു സ്പ്രിംഗ് കൺട്രോൾ എന്ന് പറയുന്നത് അല്ലെ. സ്പ്രിംഗ് കൺട്രോൾ നമ്മൾ കൺട്രോൾ ടോർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്പ്രിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പ്രിംഗ് കൺട്രോളിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും അതിന്റെ വരുന്ന ഭാഗങ്ങൾ, സ്പ്രിംഗ് കൺട്രോളിനകത്ത് വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തൊക്കെയാണ്. അതിലൊരു 2 സ്പ്രിങ്സ് ഉണ്ടായിരിക്കും അല്ലെ, 2 കൺട്രോളിംഗ് സ്പ്രിങ്സ് ഉണ്ടായിരിക്കും. ആ 2 കൺട്രോളിംഗ് സ്പ്രിങ്സ് നിർമ്മിച്ചെടുത്തുള്ള മെറ്റീരിയൽ ആണ് ഇവിടെ നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്? ഫോസ്ഫർ, ബ്രോൺസ് സ്പ്രിങ്ങുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പ്രിംഗ് കൺട്രോളിൽ സ്പ്രിങ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. ഫോസ്ഫർ, ബ്രോൺസ് സ്പ്രിങ്ങുകളാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡിൽ ആ ഒരു ഇൻസ്ട്രുമെന്റിൽ നമ്മൾ സ്പ്രിങ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. പിന്നെയുള്ള അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു ബാലൻസ്ഡ് വെയിറ്റ്, അതേപോലെ തന്നെ ഒരു ജുവൽ ബെയറിംഗ് ഉണ്ടായിരിക്കുക. ജുവൽ ബെയറിംഗിലാണ് നമ്മുടെ സ്പിൻഡിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അറ്റാച്ച് ചെയ്ത് കറങ്ങുന്നുണ്ടായിരിക്കുക. പിന്നെ ഒരു പോയിന്റ്, പിന്നെ ഒരു യൂണിഫോംലി ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കെയിൽ കേട്ടോ, യൂണിഫോംലി ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കെയിൽ. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്, സാധാരണ രീതിയിൽ ഒരു സ്പ്രിംഗ് കൺട്രോൾ ഇൻസ്ട്രുമെന്റിനകത്ത് വരുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് മെറ്റീരിയൽസ് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ സ്പ്രിങ്ങിന്റെ കാര്യം തന്നെയാണ് കേട്ടോ. സ്പ്രിങ്ങിന്റെ മെറ്റീരിയൽ ഏതാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്പ്രിംഗ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഫോസ്ഫർ, ബ്രോൺസ് സ്പ്രിങ്ങുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്പ്രിംഗ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിൽ സ്പ്രിംഗ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ് നമുക്ക് സ്പ്രിംഗ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് പറയാം അല്ലെ. നെക്സ്റ്റ്, ദ റേഞ്ച് ഓഫ് വോൾട്ട് മീറ്റർ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ബൈ കണക്ടിങ് എ ഹൈ വാല്യൂ റെസിസ്റ്റർ ഇൻ സീരീസ് വിത്ത് മീറ്റർ, കണക്ടിങ് എ ലോ വാല്യൂ റെസിസ്റ്റർ ഇൻ സീരീസ് പാരലൽ വിത്ത് മീറ്റർ അല്ലെങ്കിൽ പാരലൽ ദ മീറ്റർ. പിന്നെ ഉള്ളത് എന്താ? കണക്ടിങ് എ ഹൈ വാല്യൂ റെസിസ്റ്റർ ഇൻ എ പാരലൽ ദ മീറ്റർ ആൻഡ് കണക്ടിങ് എ ലോ വാല്യൂ റെസിസ്റ്റർ ഇൻ സീരീസ് ദ മീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് റേഞ്ച് ഓഫ് വോൾട്ട് മീറ്റർ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ബൈ എന്നാണ് ചോദിച്ചത്. നമുക്ക് എങ്ങനെ അത് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം സാധാരണ നമ്മളൊരു മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു മീറ്റർ എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെ. ഒരു വോൾട്ട് മീറ്റർ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സീരീസ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഒരു റെസിസ്റ്റൻസ് കൊടുക്കുകയാണ് വേണ്ടത്. സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഹൈ വാല്യൂ റെസിസ്റ്റർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലയർ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഹൈ വാല്യൂ റെസിസ്റ്റർ എന്ത് ചെയ്യാണ്, സീരീസ് ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മളെ വോൾട്ട് മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അമ്മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു അമ്മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കണക്ടിങ് എ ലോ വാല്യൂ റെസിസ്റ്റർ ഈസ് പാരലൽ ദ മീറ്റർ അല്ലെ. നമ്മൾ ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും അമ്മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ട് മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീരീസ് ആയിട്ട് ഒരു ഹൈ വാല്യൂ റെസിസ്റ്റൻസ് കൊടുക്കുകയും അത് നമ്മൾ മൾട്ടിപ്ലയർ എന്നാണ് പറയുന്നുണ്ടാവുക. ദെൻ അമ്മീറ്റർ ആണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് പാരലൽ ആയിട്ട് നമ്മൾ ഷണ്ട് റെസിസ്റ്റർ എന്നാണ് പറയുന്നത് അല്ലെ. പാരലൽ ആയിട്ട് ഒരു ലോ വാല്യൂ റെസിസ്റ്റർ കൊടുക്കുകയാണ് ചെയ്യട്ടോ, ഒരു ലോ വാല്യൂ റെസിസ്റ്റർ കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ട്. അപ്പൊ കണക്ടിങ് ഹൈ വാല്യൂ റെസിസ്റ്റർ ഇൻ സീരീസ് വിത്ത് ദ മീറ്റർ എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സ്റ്റൻഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് അമ്മീറ്റർ ആണെന്നുണ്ടെങ്കിൽ പാരലൽ ആയിട്ടും ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മീറ്റർ ഹാവിംഗ് ദ പോസിബിലിറ്റി ഓഫ് ക്രീപ്പിംഗ് എറർ. ഈ ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത് PSCയുടെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത് കേട്ടോ. ക്രീപ്പിംഗ് എറർ PSCയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത്. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ക്രീപ്പിംഗ് എറർ എന്നുള്ളതും അതേപോലെ തന്നെ എന്താണ് ഏത് ഇൻസ്ട്രുമെന്റിനകത്താണ് ക്രീപ്പിംഗ് എറർ ഉണ്ടാവുന്നത് എന്നുള്ളതും എങ്ങനെ അത് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വളരെ റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നത് ക്രീപ്പിംഗ് എററിന്റെ കാര്യത്തിൽ. അപ്പൊ നമുക്കറിയാം ക്രീപ്പിംഗ് എറർ ഉണ്ടാവുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഏതാണ്, എനർജി മീറ്ററിനകത്താണ് അല്ലെ. ക്രീപ്പിംഗ് എറർ ഉണ്ടാവുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് എനർജി മീറ്ററിനകത്താണ് എന്ത് ചെയ്യുന്നത് ക്രീപ്പിംഗ് എറർ ഉണ്ടാകുന്നത്. ക്രീപ്പിംഗ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജി മീറ്റർ അത് ഇൻഡക്ഷൻ ടൈപ്പ് അല്ലെങ്കിൽ വാട്ട് എവർ എനർജി മീറ്ററിനകത്ത് നമുക്ക് ആ ഒരു ഡിസ്ക് ഉണ്ടായിരിക്കും അല്ലെ. ആ ഡിസ്ക് എന്ത് ചെയ്യാണ്, ലോഡഡ് അല്ലാത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇല്ലാത്ത കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മളെ എനർജി മീറ്ററിലെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ എനർജി മീറ്ററിലെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ടായിരിക്കാം, അവിടെ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ആ ഒരു മീറ്റർ എടുക്കുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു ഹയർ വാല്യൂ അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഒരു കൂടുതൽ ഒരു വാല്യൂടെ
ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആണ് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സാധാരണ ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഈ ഒരു എനർജി മീറ്ററിലെ ഡിസ്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ക്രീപ്പിംഗ് എറർ ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പറയുന്നത് നമുക്ക് അവിടെ എന്ത് ചെയ്യാണ്, ശരിക്കും പ്രഷർ കോയിൽ മാത്രമാണ് എനർജൈസ് ചെയ്ത് വരുന്നുണ്ടാവുക. പ്രഷർ കോയിൽ എനർജൈസ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു റൊട്ടേറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ, ഏത് ഇൻസ്ട്രുമെന്റിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എനർജി മീറ്റർ ആണെന്ന് പറഞ്ഞു. എന്താണ് ക്രീപ്പിംഗ് എറർ എന്ന് ചോദിക്കാം, അത് നമുക്ക് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു എഫക്ട്, ആഫ്റ്റർ എഫക്ട് എന്ന് ചോദിക്കാറുണ്ട്. അതും നമ്മൾ പറഞ്ഞു. പിന്നെ ഉള്ളത് എങ്ങനെയാണ് ഇത് പ്രിവെന്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ഇത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ക്രീപ്പിംഗ് അല്ലെങ്കിൽ ഇപ്പൊ നമുക്കതൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മളിത് പ്രിവെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, നമ്മൾ ഡയമെട്രിക്കലി 2 ഹോളുകൾ അല്ലെ, ചിത്രത്തിൽ കാണുന്ന പോലെ 2 ഹോളുകൾ എന്താണ് ABD എന്ന് പറയുന്ന 2 ഹോളുകൾ നമ്മൾ ആ ഒരു ഡിസ്കിൽ കൊടുക്കുകയാണ് ചെയ്യുക. ഓപ്പോസിറ്റ് ഈച്ച് അതർ ആയിട്ട് 2 ഹോളുകൾ എന്ത് ചെയ്യും, കൊടുക്കും. അങ്ങനെ ഹോളുകൾ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ക്രീപ്പിംഗ് എറർ പ്രിവെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത് PSCക്ക് ഞാൻ പറഞ്ഞ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഉൾപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ക്വസ്റ്റ്യൻ ആണ് PSCയെ സംബന്ധിച്ചിടത്തോളം ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, എനർജി മീറ്ററിലാണ് എന്ത് ചെയ്യുന്നത്, ക്രീപ്പിംഗ് എറർ ഉണ്ടാവുന്നത്. അത് എന്താണ്, നമ്മൾ സാധാരണ ഒരു ഇൻസ്ട്രുമെന്റിനകത്ത് എന്ത് ചെയ്യാണ്, 2 ഒരു ഡിസ്ക് വെറുതെ റൊട്ടേറ്റ് ചെയ്യുക അല്ലെ, അതായത് ലോഡ് ഇല്ലാതെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ക്രീപ്പിംഗ് എറർ ആയിട്ട് പറയുന്നത്. ഡയമെട്രിക്കലി 2 ഹോളുകൾ കൊടുത്തിട്ടാണ് നമ്മളിത് പ്രിവെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the speed of an energy meter can be controlled by pole shoe magnet, shunt magnet, series magnet and braking magnet. Question എന്താണ്, the speed of an energy meter can be controlled by എന്നാണ് അല്ലെ. സ്പീഡ് ഓഫ് ആൻ എനർജി മീറ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ. അതിൽ എന്തൊക്കെ ഓപ്ഷൻ വന്നിട്ടുള്ളത്, പോൾ ഷൂ മാഗ്നറ്റ് ഉണ്ട്, ഷണ്ട് മാഗ്നറ്റ് ഉണ്ട്, സീരീസ് മാഗ്നറ്റ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് ബ്രേക്കിംഗ് മാഗ്നറ്റ് ഉണ്ട്. സ്പീഡ് കൺട്രോൾ ചെയ്യാണ്. സ്പീഡ് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന് ബ്രേക്കിംഗ് മാഗ്നറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലെ. ഇതാണ് നമ്മളൊരു എനർജി മീറ്ററിന്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആ എനർജി മീറ്ററിന്റെ കൺസ്ട്രക്ഷനിൽ നമുക്ക് 2 മാഗ്നറ്റുകളാണ് ഉണ്ടായിരിക്കുക. എനർജി മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ 2 മാഗ്നറ്റുകളാണ് അതിൽ കൊടുക്കുന്നുണ്ടായിരിക്കുക. 2 മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് എന്താണ്, ഒരു അപ്പർ മാഗ്നറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഷണ്ട് മാഗ്നറ്റ് എന്നാണ് പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ലോവർ മാഗ്നറ്റ് നമ്മൾ സീരീസ് മാഗ്നറ്റ് എന്ന് പറയും. അങ്ങനെ 2 മാഗ്നറ്റ് ആണ് ഉണ്ടാവുക. ആ ഒരു ഷണ്ട് മാഗ്നറ്റ് എന്ന് പറയുന്നത് നമ്മൾ പൊട്ടൻഷ്യൽ കോയിലായിട്ടും, അതേപോലെ തന്നെ സീരീസ് മാഗ്നറ്റ് എന്ന് പറയുന്നതിന് നമ്മൾ കറന്റ് കോയിലുമായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതിനിടയിലാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഒരു എയർ ഗ്യാപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലൊരു അലുമിനിയം ഡിസ്ക് നമ്മളൊരു വെർട്ടിക്കലി ആയിട്ടുള്ള ഒരു സ്പിൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അലുമിനിയം ഡിസ്ക് കൊടുക്കുന്നത്. ഈ അലുമിനിയം ഡിസ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ആ ഒരു എഡി കറന്റ് അല്ലെ, ആ ഒരു എഡി കറന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ബ്രേക്ക് മാഗ്നറ്റിൽ ഉണ്ടാവുന്ന ഒരു എഡി കറന്റ് ആണ് എന്ത് ചെയ്യുന്നത്, അതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു അലുമിനിയം ഡിസ്ക്, അതിലുണ്ടാവുന്ന വെർട്ടിക്കൽ മൗണ്ട് ചെയ്ത അലുമിനിയം ഡിസ്കിന് എന്ത് ചെയ്യാണ്, അതിനെ ആ ഒരു എഡി കറന്റ് എഫക്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, അവിടെ തടഞ്ഞു നിർത്തുക. അതാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്, ഈ ബ്രേക്കിംഗ് മാഗ്നറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും ബ്രേക്കിംഗ് മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ് കേട്ടോ. അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പെർമനന്റ് മാഗ്നറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ബ്രേക്കിംഗ് മാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, സ്പീഡ് ഓഫ് എനർജി മീറ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ ബ്രേക്കിംഗ് മാഗ്നറ്റ് അല്ലെ. ബ്രേക്കിംഗ് മാഗ്നറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു എനർജി മീറ്ററിന്റെ സ്പീഡ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സ്പീഡ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒരു ബ്രേക്കിംഗ് മാഗ്നറ്റ് ആണ് അല്ലെ. ബ്രേക്കിംഗ് മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ലൈറ്റ് ഇൻ വെയിറ്റ്, കോസ്റ്റ്ലി, കെപ്റ്റ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ, ഗ്രാജുവേറ്റഡ് യൂണിഫോംലി. എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്, ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ് നമുക്കറിയാം, 2 കൺട്രോളിംഗ് ടോർക്കിന് നമുക്ക് 2 മെത്തേഡ് പറഞ്ഞു അല്ലെ. സ്പ്രിംഗ് കൺട്രോൾ പറഞ്ഞു, അതേപോലെ തന്നെ ഗ്രാവിറ്റി കൺട്രോളും പറഞ്ഞു. അതിനകത്ത് ഈ ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഡിസ്അഡ്വാൻറ്റേജ്, ഇപ്പൊ ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡിന്റെ ഡിസ്അഡ്വാൻറ്റേജ്, അപ്പൊ ഒന്നാമത്തത് ലൈറ്റ് ഇൻ വെയിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡിൽ ലൈറ്റ് ഇൻ വെയിറ്റ്, രണ്ടാമത്തെ കോസ്റ്റ്ലി, മൂന്നാമത്തെ കെപ്റ്റ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ, നാലാമത്തെ ഗ്രാജുവേറ്റഡ് യൂണിഫോംലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഇതുപോലെ ഒരു ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡിനകത്ത് നമുക്ക് എപ്പോഴും എന്തുണ്ടായിരിക്കണം, അതിന്റെ ആ ഒരു കൺട്രോൾ വെയിറ്റ് അല്ലെങ്കിൽ ബാലൻസ് വെയിറ്റ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നതുകൊണ്ട് അതെപ്പോഴും നമ്മൾ ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. വെർട്ടിക്കൽ പൊസിഷനിൽ യൂസ് ചെയ്താൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അതിനൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് നമുക്ക് കിട്ടുന്നുണ്ടാവും അല്ലെ. അപ്പോൾ അല്ലെങ്കിൽ ഒരു റീഡിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വെർട്ടിക്കൽ പൊസിഷനിൽ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അതൊരു വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഇത്തരത്തിൽ ഈ ഒരു ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ അതാണ് അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക്
ഇതിനകത്ത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഓഫ് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ്, ഡിസഡ്വാൻറ്റേജ് ഓഫ് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ് കേട്ടോ. അപ്പൊ അത് സ്പ്രിംഗ് കൺട്രോളിനകത്തും അത് എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഗ്രാവിറ്റി കൺട്രോളിനകത്തും എന്ത് ചെയ്യണം, അത് പഠിച്ചിട്ടുണ്ടാവണം. അതൊന്ന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും വരും. ഇപ്പൊ നമുക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. ഇതേപോലെ തന്നെയാണ് നമ്മളെ പവർ സ്റ്റേഷനകത്തും അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് അതിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക കൂടുതലായിട്ടും ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പം അഡ്വാൻറ്റേജ് ഓഫ് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ചീപ്പർ ഇൻ മാനുഫാക്ചറിംഗ് കോസ്റ്റ് ആസ് കമ്പയർഡ് ടു ദ സ്പ്രിംഗ് കൺട്രോൾ. സ്പ്രിംഗ് കൺട്രോളിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി സ്ലൈറ്റ്ലി ചീപ്പർ ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് കോസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ് എന്നുള്ളത്. ടെമ്പറേച്ചർ വേരിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അൺഅഫക്ട് ചെയ്യുന്നുണ്ട്. നോട്ട് സബ്ജക്റ്റഡ് ടു ഫാറ്റിഗ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അഡ്വാൻറ്റേജ് ഓഫ് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡിൽ വരുന്നത്. ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻസ്ട്രുമെന്റ് നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കൺട്രോൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ദ വെയിറ്റ് ഓഫ് ദ മൂവിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും. കൺട്രോൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വെയിറ്റ് ഓഫ് മൂവിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഗ്രാവിറ്റി കൺട്രോൾഡ് ഇൻസ്ട്രുമെന്റ് ആണ്, അതൊരു നോൺ യൂണിഫോം സ്കെയിൽ ആണ് കാണിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ സ്പ്രിംഗ് കൺട്രോൾ ഇൻസ്ട്രുമെന്റിൽ എന്താണ്, ഒരു യൂണിഫോം സ്കെയിലും ആൻഡ് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡിൽ എന്താണ്, നോൺ യൂണിഫോം സ്കെയിലുമാണ് കാണിക്കുന്നുണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. നോൺ യൂണിഫോം സ്കെയിലുമാണ് കാണിക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അഡ്വാൻറ്റേജും അതിന്റെ ഡിസ്അഡ്വാൻറ്റേജും ആയിട്ട് പഠിക്കാനുള്ളതാണ് ഗ്രാവിറ്റി കൺട്രോളിന്റെയും അതേപോലെ തന്നെ നമ്മളെ സ്പ്രിംഗ് കൺട്രോളിന്റെ കേട്ടോ. ഇതിനൊപ്പം തന്നെ സ്പ്രിംഗ് കൺട്രോൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, കണ്ടിന്യൂറ്റി ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് യൂഷ്വലി ചെക്ക്ഡ് ബൈ അമ്മീറ്റർ, ഓംമീറ്റർ, വോൾട്ട് മീറ്റർ ആൻഡ് പവർ ഫാക്ടർ മീറ്റർ. കണ്ടിന്യൂറ്റി ഓഫ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് യൂഷ്വലി ചെക്ക്ഡ് ബൈ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, അമ്മീറ്റർ ഉണ്ട്, ഓംമീറ്റർ ആണ്, വോൾട്ട് മീറ്റർ, പവർ ഫാക്ടർ മീറ്റർ ആണ് പറഞ്ഞത്. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ ഏതാ യൂസ് ചെയ്യാം, ഓം മീറ്റർ ആണ് യൂസ് ചെയ്യുക അല്ലെ. ഓം മീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. കണ്ടിന്യൂറ്റി ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്ലൈ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ടോ സഹായിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓം മീറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഓം മീറ്റർ ഉപയോഗിച്ചിട്ട് അതിന്റെ ആ ഒരു ഫ്ലോ നമ്മൾ എന്ത് ചെയ്യാണ്, നോക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് സാധാരണ ഇതിൽ ഓം മീറ്റർ ആണ്. അല്ലെങ്കിൽ സീരീസ് ആയിട്ടുള്ള ബൾബ് നമുക്ക് എന്ത് ചെയ്യാം, സീരീസ് ലാമ്പ് മെത്തേഡ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. മൾട്ടിമീറ്റർ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റുകളാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്, ടാൻജന്റ് ഗാൽവനോമീറ്റർ, പവർ ഫാക്ടർ മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ അല്ലെ. അപ്പൊ എന്താ ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ പ്രൈമറി ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. പ്രൈമറി ഇൻസ്ട്രുമെന്റിന് ഏതാണ് എക്സാമ്പിൾ, പ്രൈമറി ഇൻസ്ട്രുമെന്റിന്റെ എക്സാമ്പിൾ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ അതിലുള്ളത് ടാൻജന്റ് ഗാൽവനോമീറ്റർ ഉണ്ട്, പവർ ഫാക്ടർ മീറ്റർ ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്, വാട്ട് മീറ്റർ ഉണ്ട്. അപ്പൊ ഏതായിരിക്കും ഇതിനകത്ത് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരുന്നുണ്ടാവുക, നമ്മൾ നേരത്തെയും പറഞ്ഞു ഏതാണ്, ടാൻജന്റ് ഗാൽവനോമീറ്റർ ആണ് അല്ലെ. ടാൻജന്റ് ഗാൽവനോമീറ്റർ ആണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ആ ഒരു വേർഡും കൂടി ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞത്. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് എന്ന് നമ്മൾ പ്രൈമറി ഇൻസ്ട്രുമെന്റ് ആയിട്ട് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് എന്താണ്, ടാൻജന്റ് ഗാൽവനോമീറ്റർ ആണ്. നെക്സ്റ്റ്, which of the following power plant is free from environmental problems? Diesel engine, nuclear power plant, hydroelectric power plant and steam power plant. Which of the following power plant is free from environmental problem? Environmental problemത്തിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള പവർ പ്ലാന്റ് ഏതാണ് എന്നുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് അറിയാം എൻവയോൺമെന്റൽ പ്രോബ്ലം ഏതാണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ് അല്ലെ. എൻവയോൺമെന്റ് ആ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാണ്, ഫ്രീ ആയിട്ടുള്ള ആ ഒരു പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. ഈ ഇതേ ക്വസ്റ്റ്യനിൽ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ കൂടെ സോളാർ പവർ പ്ലാന്റ് എന്നോ സോളാർ പ്ലാന്റ് എന്നൊക്കെ ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആൻസർ എഴുതേണ്ടത് ഏതാണ്, സോളാർ പ്ലാന്റ് ആണ് കേട്ടോ. സോളാർ പവർ പ്ലാന്റ് ആണ്. കാരണം ഹൈഡ്രോനേക്കാട്ട് കുറച്ചും കൂടി എന്ത് ചെയ്യാണ്, ഇത്തരത്തിലുള്ള എൻവയോൺമെന്റ് പൊല്യൂഷനിൽ എന്ത് ചെയ്യാണ്, കുറയ്ക്കുന്നതാണ് സോളാർ പവർ പ്ലാന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ സോളാർ പവർ പ്ലാന്റ് ആണ് എഴുതേണ്ടത്. അതാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലുള്ള മാറ്റം അതാണ്. ഏറ്റവും ശരിക്ക് ലോവസ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാവുന്നത് ഏതിലാണ്, സോളാർ പവർ പ്ലാന്റുകളിലാണെന്ന് പറയാം കേട്ടോ. സോളാർ പവർ പ്ലാന്റുകളിലാണെന്ന് പറയാം. കാരണം അവിടെ ജനറേറ്റർ ഇല്ലാത്തൊരു പവർ പ്ലാന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും സോളാർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് അല്ലെ. വിൻഡ് പോലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ജനറേറ്റർ ഉണ്ട്. ജനറേറ്റർ ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള എൻവയോൺമെന്റൽ പൊല്യൂഷൻസ്, നോയ്സ് പോലുള്ള പൊല്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തീരെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഇല്ലാത്തത്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഏറ്റവും ഫ്രീ ആയിട്ടുള്ള ഒരു പവർ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോളാർ പവർ പ്ലാന്റ് ആണ്. ക്വസ്റ്റ്യൻ വരാറുണ്ട്, സോളാർ പവർ പ്ലാന്റ് ആണ് വരുന്നുണ്ടാവുക.
അത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ സോളാർ പവർ പ്ലാന്റ് ആണ് എന്ത് ചെയ്യുക ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ബാക്കിയുള്ള പവർ പ്ലാന്റുകളൊക്കെ നമുക്ക് അറിയാം, ഓൾറെഡി എൻവയോൺമെന്റ് പൊല്യൂഷൻ ഉള്ളതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കുറവുള്ളത് ഇതിനാണ്, സോളാർ പവർ പ്ലാന്റുകൾക്കാണ് കുറവുള്ളത്. അപ്പൊ ഇതുപോലെയാണ് നമുക്ക് ഒരുപാട് കാര്യത്തിൽ, ഇപ്പൊ ക്യാപിറ്റൽ കോസ്റ്റിന്റെ കാര്യത്തിൽ, ഇനീഷ്യൽ കോസ്റ്റിന്റെ കാര്യത്തിൽ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ എന്ത് ചെയ്യാണ് അതിന്റെ ഫ്യൂൽ കോസ്റ്റിന്റെ കാര്യത്തിൽ. അപ്പൊ അതിലൊക്കെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളതും അതിന്റെ ഒരു കമ്പാരിസൺ, ആ ഒരു ഓർഡർ വെച്ചുള്ള കമ്പാരിസൺ, അതൊരു ടേബിൾ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാനിപ്പോ ഇതിലൊരു ടേബിൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് അതൊരു ഇമ്പോർട്ടന്റ് ആണ്, അതൊരു ടേബിൾ ആയിട്ട് തന്നെ കൊടുക്കണം. അത് വിട്ടുപോയതാണ്, ആ ടേബിൾ ആയിട്ട് കൊടുക്കാൻ. അപ്പൊ അതൊരു ടേബിൾ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്ന വരുന്നു, ഒരു ടേബിൾ ആയിട്ട് തന്നെ വരച്ചിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നമുക്കത് ഇതുപോലെ ഇതൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും തമ്മിൽ ഏതിലാണ് ഇനീഷ്യൽ കോസ്റ്റിന്റെ കാര്യത്തിൽ വളരെ കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ്. ഏതിലാണ് ഇത് കൂടുതലായിട്ടൊക്കെ ഇനീഷ്യൽ കോസ്റ്റിന്റെ കാര്യത്തിൽ പറയുന്നുണ്ടാവുന്നത്. അപ്പൊ ഏതിനാണ് ഏറ്റവും ഹയസ്റ്റ് വരുന്നത്, ഏതിനാണ് ഏറ്റവും ലോവസ്റ്റ് വരുന്നത് എന്നുള്ളത് ആദ്യം പഠിച്ചു വെക്കാം. പിന്നെ അതിന്റെ ഒരു ഓർഡർ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി പഠിച്ചു വെച്ചാൽ ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു 4 എണ്ണം തന്നിട്ട് അതിന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാണ് അതിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ തന്നിട്ടൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കി വെക്കുക. അതൊരു ടേബിളൈസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ഓരോന്നും ഏതൊക്കെയാണ് ഹയസ്റ്റ് വരുന്നത് എന്നുള്ളതും ഏതൊക്കെയാണ് ലോവസ്റ്റ് വരുന്നത്. ഇനീഷ്യൽ കോസ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഇനീഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കോസ്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് പവർ പ്ലാന്റിനായിരിക്കും ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ കോസ്റ്റ് വരുന്നുണ്ടാവുക. ഒന്ന് ആൻസർ ഒന്ന് മാർക്ക് ചെയ്യൂ. ഏത് പവർ പ്ലാന്റിനാണ് ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ കോസ്റ്റ് വരുന്നത്, ക്യാപിറ്റൽ കോസ്റ്റ് വരുന്നുണ്ടാവുക? ഏതാണ് ഹയസ്റ്റ് ഇനീഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്? ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്കാണ് കേട്ടോ. ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളല്ല. ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഹയസ്റ്റ് ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അതിന്റെ ഫ്യൂൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പ്ലസ് ഫ്യൂൽ കോസ്റ്റ് ഒക്കെ പാടെ കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അവിടെ ഇനീഷ്യൽ കോസ്റ്റ് ആയിട്ട് പറയുന്നത്. നമുക്കറിയാം ഓൾറെഡി നമുക്ക് അതിന്റെ ഒരു ഹൈ മെത്തേഡ് വേണം അല്ലെ, ഒരു ഹൈ ബിൽഡിംഗ് മെത്തേഡ് കാര്യങ്ങളൊക്കെ അതിന് വേണം. അതിന്റെ കൂടെ തന്നെ അതിന്റെ ഫ്യൂൽ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂൽ കോസ്റ്റും കൂടി എന്ത് ചെയ്യും അതിലെ ഇനീഷ്യലി ഉള്ളതിൽ വരും. പിന്നീട് നമുക്ക് ഫ്യൂൽ കോസ്റ്റ് അതിന് അധികം വരുന്നില്ല, കാരണം പിന്നീട് നമുക്ക് കുറച്ച് ഫ്യൂലും കാര്യങ്ങളും മതി വരുന്നത്. പക്ഷെ ഇനീഷ്യലൊക്കെ നോക്കുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം ഇതെല്ലാം കൂടെ അതിന്റെ കൂടെ വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഇനീഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് എന്ന് പറയുന്നത് ഏതിനാണ്? ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്കാണ് വരുന്നത് കേട്ടോ. ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്കാണ് വരുന്നത്. അതിന് താഴെ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾ വരുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കാര്യങ്ങൾ, അതായത് ഇനീഷ്യൽ കോസ്റ്റിന്റെ കാര്യത്തിൽ, മെയിൻ്റെനൻസ് കോസ്റ്റിന്റെ കാര്യത്തിൽ, റണ്ണിങ് കോസ്റ്റിന്റെ കാര്യത്തിൽ അതൊരു ടേബിൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം ഇതായിട്ട് പഠിച്ചു വെക്കാം. ഞാൻ നോക്കട്ടെ, നോട്ട് തരുമ്പോൾ ഞാൻ അതിന്റെ കൂടെ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ട് ടേബിൾ, ഞാൻ അത് ഉൾപ്പെടുത്താൻ വിട്ടുപോയി, അതാണ്ടായത്. ആ ടേബിൾ ഞാൻ ഈ നോട്ടിന്റെ കൂടെ ഉൾപ്പെടുത്തിയാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും നോട്ടൊക്കെ ഇതാക്കുന്ന സമയത്ത് തന്നെ നോട്ടിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും അത്. അപ്പൊ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടേബിളൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ടേബിളൈസ് ചെയ്ത് തന്നെ പഠിക്കാം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ എഴുതാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം വരാം കേട്ടോ. അത് ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കൺഫ്യൂഷൻസ് വരാം. എന്നാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് ഒന്നാണ് ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇനീഷ്യൽ കോസ്റ്റിന്റെ കാര്യത്തിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ എൻവയോൺമെന്റ് പൊല്യൂഷൻ ഏറ്റവും കുറവുള്ളത് ഏതിനാണെന്നുള്ളത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ യൂസ്ഡ് ഇൻ എ സ്റ്റേ വയർ? വിച്ച് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ യൂസ്ഡ് ഇൻ എ സ്റ്റേ വയർ? ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസുലേറ്ററും കൂടെ അതിന്റെ കൂടെ പഠിച്ചു വെക്കുക. ഇൻസുലേറ്റർ ഓരോന്നും എന്താണ് അതിന്റെ പർപ്പസ് എന്ന് മാത്രം പഠിച്ചാൽ മതി, അത് മാത്രമേ ചോദിക്കുള്ളൂ. എന്താണ് അതിന്റെ പർപ്പസ്, ഓരോ ഇൻസുലേറ്ററിന്റെയും പർപ്പസ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. അത് പോൾ മൗണ്ട് ആയിട്ടുള്ളതും സബ്സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ആ ഒരു ഇതും കൂടി അതിന്റെ കൂടെ പഠിച്ചു വെക്കുക. അപ്പൊ എഗ് ടൈപ്പ്, പിൻ ടൈപ്പ്, ഷാക്കിൾ ടൈപ്പ് ആൻഡ് സസ്പെൻഷൻ ടൈപ്പ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം? എഗ് ടൈപ്പ് ആണ് അല്ലെ, സ്റ്റേ വയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എഗ് ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. പിന്നെയുള്ളത് നമുക്ക് പിൻ ടൈപ്പ് ആണ്. പിന്നെ ഉള്ളത് നമ്മൾ പിന്നെ പറഞ്ഞിട്ടുള്ളത് പിൻ ടൈപ്പ് ആണ്. ഷാക്കിൾ ടൈപ്പ് ആണ്. ഷാക്കിൾ ടൈപ്പ് നമുക്കറിയാം എന്താണ്, നമുക്ക് 33 kVക്ക് നമ്മൾ യൂസ് ഷാക്കിൾ ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് പിൻ ടൈപ്പ്. പിൻ ടൈപ്പ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ യൂസ് ചെയ്യാനുള്ളത്, അതും ഹൈ വോൾട്ടേജ് യൂസ് ചെയ്യാനുള്ളത്. അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഓരോന്നിന്റെ എന്ത് ചെയ്യുക, അതിന്റെ പർപ്പസ് എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഓരോന്നിന്റെ പർപ്പസ് എന്താ വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം. നെക്സ്റ്റ് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പവർ പ്ലാന്റ് ഹാസ് ദ മാക്സിമം ക്യാപിറ്റൽ കോസ്റ്റ്? മാക്സിമം ക്യാപിറ്റൽ കോസ്റ്റ്, ഓക്കെ, ക്വസ്റ്റ്യൻ ഇതിലുണ്ട് അല്ലെ. മാക്സിമം ക്യാപിറ്റൽ കോസ്റ്റ് ഏതാ വരുന്നുണ്ടാവുക? ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ, ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് കേട്ടോ. മാക്സിമം ക്യാപിറ്റൽ കോസ്റ്റ് വരുന്നുണ്ടാവുക ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ഓക്കെ, താങ്ക് യു.